എല്ലാവർക്കും KMDVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ 55ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ 20ാം മേളകർത്ത രാഗമായ ന ഭൈരവിയുടെ ജന്യരാഗമായ ആനന്ദ ഭൈരവി എന്ന രാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഒരു സ്വരജതിയാണിത്. അപ്പം ആനന്ദ ഭൈരവി രാഗത്തിൻ്റെ സ്വരം ഇവയാണ്: സ ഗ രി ഗ മ പ ധ പ സ സ നി ധ പ മ ഗ രി സ. ഇത് വക്രസമ്പൂർണ്ണ രാഗമാണ്. ദ ഇതിൽ അന്യസ്വരവുമാണ്. അതായത് ഷഡ്ജം, ശുദ്ധഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, വീണ്ടും അതിനകത്ത് സ മേൽസ്ഥായി സ വരും. അവരോഹണത്തിൽ മേൽസ്ഥായി സ, ശുദ്ധനിഷാദം, ചതുശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, ശുദ്ധഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, മധ്യസ്ഥായി സ. ഇവയാണ് അതിൻ്റെ സ്വരങ്ങൾ. അപ്പം നമുക്ക് ആ സ്വരം ഒന്ന് വായിക്കാം. അത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും കൂടെ നമുക്കൊന്ന് നോക്കാവുന്നുണ്ട്. ആരോഹണം. ഇനി അവരോഹണം. അതായത് ഗ റിയോട് ചേർന്നിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ സ്വരം ശരിയാകുള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്യേണ്ട രീതി: സ സ ഗ ഗ രി ഗ ഗ മ മ പ പ ധ ധ പ പ സ സ സ സ ധ ധ പ പ മ മ ഗ ഗ രി സ സ. ഇങ്ങനെ സ്വരങ്ങളെ ഇരട്ടിച്ച് വായിച്ചും പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇനി നമുക്ക് എൻ്റെ പല്ലവിയിലേക്ക് പോകാം. പല്ലവിയിലെ സ്വരം ഇതാണ്: പാപ്പം. അതായത് പാപ്പ മ ഗ മ പ മ പ മ ഗ രി ഗ മ ഗ രി സ നി സ സ സ രി നി സ ഗ രി ഗ മ പ ധ മ പ മ ഗ രി ഗ മ. അതായത് സാഹിത്യം: രാവേ മോ മഗുവ വീണവുതഗ വാവേടുക നു കരുണനേടുവക കുലുക തോടുകൊനി വാരാവേ മോമഗുവ. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം നമുക്ക് വായിക്കുന്നു നോക്കാം. പ മ ഗ മ പ മ പ മ ഗ രി
ഇതാണ് സ്വരം. അപ്പൊ ഒരു തവണ കൂടെ ഞാൻ പാടത്തില്ല, സ്വരം വായിച്ച് കേൾപ്പിക്കാം. പാ സോറി പാ ഇനിയും വേറെ രൂപത്തിൽ കൂടെ വായിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഗമകങ്ങൾ ശീലിക്കാൻ വേണ്ടിയിട്ടാ. ഈ രൂപത്തിലൂടെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കണം. അപ്പം ഇപ്പോൾ അതിൻ്റെ പല്ലവി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പല്ലവി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഞാനൊരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് പാടുന്നതിനകത്ത് ചില ബുദ്ധിമുട്ടുണ്ട്. അത് സദയം എല്ലാവരും ക്ഷമിക്കണം. ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അനുപല്ലവിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഞാൻ വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.